വിശ്വാസികളെ, പരിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങളിലെ ഏതാനും ചില ഭാഗങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഭാഗത്തിൽ യേശുക്രിസ്തു മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിപ്ലവകരമായ ഉപദേശമാണ് നൽകുന്നത്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന പഴയ നിയമതത്വം നീതിയുടെ അടിസ്ഥാനമായിരുന്നു. എന്നാൽ ഇവിടെ യേശുക്രിസ്തു അതിനെ മറികടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ദുഷ്ടനെ എതിർക്കരുത്, ശത്രുക്കളെ സ്നേഹിക്കുവീൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ. ഇത് ഒരു സാധാരണ നൈതിക ഉപദേശം മാത്രമല്ല, ഇത് ദൈവസാദൃശ്യം കൈവരിക്കുന്ന ഒരു ജീവിത പാതയാണ്. ഈ വേദഭാഗത്തിൽ നിന്ന് 4 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു കവളത്തടിക്കുന്നവനെ മറുകവൾ കൂടി കാണിക്കുക എന്നാണല്ലോ യേശുതമ്പുരാൻ ഈ വാക്യത്തിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതൊരു അന്യായത്തെ അംഗീകരിക്കുക എന്നതല്ല, ഇത് പ്രതികാര ചക്രം തകർക്കുക എന്നതാണ്. പൗരസ്ത്യ വിശ്വാസത്തിൽ ക്രൂശിലാണ് ഈ ഉപദേശം പൂർത്തിയിലേക്ക് എത്തുന്നത്. യേശുക്രിസ്തു ക്രൂശിൽ കിടന്നപ്പോൾ പോലും പ്രാർത്ഥിച്ചത്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്ത് എന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണല്ലോ. പ്രതികാരം മനുഷ്യ സ്വഭാവമാണ്, ക്ഷമ എന്നുള്ളത് ദൈവ സ്വഭാവവും. രണ്ടാമത്തെ ആശയം എന്നാൽ നിബന്ധനകൾ ഇല്ലാതെ അധികമായി ചെയ്യുവീൻ. ക്രിസ്തു പറയുന്നു, അവനോടൊപ്പം 2 മൈൽ പോകുക എന്ന്. ഇത് അടിമത്തമല്ല, ഇത് ആത്മീയ സ്വാതന്ത്ര്യമാണ്. നമുക്കുമേൽ ചുമത്തുന്ന ഭാരത്തെ സ്നേഹത്തോടെ ഏറ്റെടുക്കുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ വഴി നടക്കുന്നു. മൂന്നാമതായി, ശത്രുസ്നേഹം, സ്വർഗീയ പിതാവിൻ്റെ സാദൃശ്യം. നിങ്ങൾ പിതാവ് പരിപൂർണനായതുപോലെ നിങ്ങളും പരിപൂർണരാകുവീൻ എന്ന് യേശുതമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചുവല്ലോ. പൗരസ്ത്യ ആത്മീയതയിൽ ഇത് ദൈവസാദൃശ്യം എന്ന ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവം നല്ലവർക്കും ദുഷ്ടന്മാർക്കും ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുന്നു. നീതിമാന്മാർക്കും അനീതി ചെയ്യുന്നവർക്കും ഒരുപോലെ മഴ നൽകുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികളായിരിക്കുന്ന നാം നമ്മെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാനായിട്ട് സാധ്യമാകുമോ? നാലാമതായി, ക്രിസ്തീയ പരിപൂർണത, നിയമത്തിന് അപ്പുറമായുള്ള കൃപ. ഈ വേദഭാഗം നമ്മെ നിയമാനുസരണത്തിൽ നിന്ന്